ഹായ്, എല്ലാവർക്കും മിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഞങ്ങൾ മീൻ മാർക്കറ്റിൽ പോവാണേ. കേരമീൻ നോക്കാനാണ് പോയത്. അച്ചാറിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ചെന്നുണ്ടെ മീനൊന്നുമില്ല. ഈ അത്രയും ഇരിക്കുന്ന നമ്മൾ ചെമ്പല്ലിക്കോരാന്ന് പറയും, ചിലർ പുയ്യാപ്പളാന്ന് പറയും. അതിന് 600 രൂപ അത്രയാണ് ഒരു കൂട്ടം. പിന്നെ ഇങ്ങനൊന്നുമല്ല, ഇവിടെ എല്ലാം മീൻകാരി ഇരിക്കേണ്ടിയതാ. ഈ കാണുന്ന മത്തിക്ക് ഒരു കൂട്ടം 200 രൂപ. പക്ഷേ ഈ അയല ഉണ്ടല്ലേ, അയലയും മത്തിയും അങ്ങനെ കണ്ടുള്ളൂ നല്ലതായിട്ട്. അയല നല്ല ഫ്രഷ് അയലയായിരുന്നു. പക്ഷേ ഞാൻ വാങ്ങിച്ചില്ല വിലയുടെ ഇതുകൊണ്ട്. വീട്ടിൽ വന്നിട്ടാണ് ചിന്തിച്ചത്, അയ്യോ അങ്ങ് വാങ്ങിക്കേണ്ടിയതാണെന്ന്. ഇവിടെ എല്ലാം മീൻകാർ ഇരിക്കേണ്ടിയതാ. പക്ഷേ മീനിപ്പോൾ വരുന്നില്ലെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് തള്ളൊന്നും കൊള്ളണ്ടായിരുന്നു. അങ്ങനെ മീനൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഞങ്ങളുടെ സൊസൈറ്റിയിൽ വന്ന് ഈ പ്ലാവിൻ്റെ ഇപ്പുറത്താണ് പൈപ്പ്. കാലൊക്കെ കഴുകാനൊന്നും നിന്നതാണ്. അപ്പം നമ്മുടെ ചക്കയും കൂടെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഞാൻ മത്തിയും 2 കൂട്ടം മത്തിയും വാങ്ങിച്ച് ഈ അയലയും വാങ്ങിച്ച് 5 അയല 300 രൂപ. അയലൊരു കുഞ്ഞൊരെണ്ണം കൂടെ ഇട്ട് തന്നു. പിന്നെ ചിന്തിച്ചത് ഇച്ചിരിയും കൂടെ വാങ്ങിക്കേണ്ടിയതാണ്. അപ്പോൾ ഈ ഉപ്പുണ്ടല്ലോ, നമ്മളന്ന് ഉണക്കമീൻ ഉണ്ടാക്കാൻ എടുത്തു വെച്ച ഉപ്പാണ്. ഞാനിപ്പോൾ അതെടുത്താണ് മീൻ വെട്ടാനായിട്ട് എടുത്തേക്കുന്നത്. അപ്പം നല്ല പച്ചരി മീൻ, എന്തോ ടേസ്റ്റ് വരുന്നത്. അങ്ങോട്ട് തിളച്ച് വരുമ്പോഴേ നല്ല മണമായിരുന്നു. നമുക്ക് ചില മീനുകൾ തിളച്ച് വരുമ്പോൾ അറിയാം അത് നല്ലതാണോ പന്നലാണോ എന്ന്. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് വെട്ടിയെടുക്കട്ടെ. 3 എണ്ണം ഇപ്പോൾ എടുത്തു, ബാക്കി ഞാൻ പിന്നെ ഒരു ദിവസത്തേക്കിന് വെച്ചിട്ടുണ്ട്. അന്നേരം ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനൊന്ന് നന്നായി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ചട്ടി വെച്ച് ഓയിലൊഴിച്ച് കടുക് ഉലുവ ഇട്ടതിന് ശേഷം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കറിവേപ്പില ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ. അതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെ മഞ്ഞൾപ്പൊടിയും ഒരു 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് പുളിവെള്ളവും ആവശ്യത്തിനുള്ള അരപ്പും ഉലുവാപ്പൊടി എല്ലാം ചേർത്തിട്ട് അരപ്പൊന്ന് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ മീനൂടെ പറക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മീൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 5 കിലോ മാങ്ങ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു അച്ചാറിടാനായിട്ട്. അപ്പോൾ മാങ്ങ ഇന്ന് ഞാൻ കഴുകി വെള്ളം വാലാൻ വെക്കട്ടെ. എന്നിട്ടത് തുടച്ചതിന് ശേഷം ഇതെല്ലാം തൊലി കളഞ്ഞ് അരിഞ്ഞെടുത്ത് ഉപ്പിട്ട് വെക്കണം. മാങ്ങ അച്ചാറിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പം മീൻ മാർക്കറ്റിൽ പോകുന്നതിന് മുമ്പ് ഇന്നലെ ഞാൻ കോവയ്ക്കൊക്കെ അരിഞ്ഞ് വെച്ചിട്ടാണ് പോയേ. ഇന്ന് മാർക്കറ്റിൽ പോകണമെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് ഇച്ചിരി എല്ലാം ചെയ്ത് വെച്ചിട്ട് അരിയൊക്കെ തിളപ്പിച്ചിട്ടിട്ടാണ് ഞാൻ പോയത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ പോയി. 9:30 മണി 10 ആയപ്പോഴത്തേക്കിന് തിരിച്ചു വന്നു. അപ്പോൾ കോവയ്ക്ക ഇവിടെ ഇപ്പം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ടാണ് പോയി ഈ മാങ്ങയെല്ലാം ഇങ്ങനെ ചെത്തി ഇങ്ങനെ പൂളാക്കി എടുത്തിട്ട്, മാങ്ങാണ്ടിക്കകത്ത മാംസം മൊത്തത്തിൽ ഞാൻ എടുക്കത്തില്ല. ആ മാംസം ഞാൻ പിന്നെ നമ്മൾ കറിക്കെങ്ങാണോ ഞാൻ എടുക്കത്തേ ഉള്ളൂ. അപ്പം മാങ്ങയെല്ലാം ഞാൻ അരിഞ്ഞു എടുത്തിട്ടുണ്ട്. ചാനൽ ഇഷ്ടമായെങ്കിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ.